KCL-ൽ നിലവിലെ ചാമ്പ്യന്മാരായ ഏരീസ് കൊല്ലം സെയിലേഴ്സിനെതിരെ സിക്സർ മഴ തീർത്താണ് കൃഷ്ണദേവൻ കാലിക്കറ്റിന് ജയമൊരുക്കിയത്. 11 പന്തിൽ നേടിയത് 49 റൺസാണ്. കൊല്ലത്തിനെതിരായ പരാജയ പരമ്പര മാറ്റാനായതിന്റെ ആവേശത്തിലാണ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്. അഞ്ജു ജയപ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള കൊല്ലം ഏരീസിനെതിരെ മിന്നും പ്രകടനം കാഴ്ചവെച്ച കോഴിക്കോട് ടീമാണ് നമുക്കൊപ്പം ചേരുന്നത്. ക്യാപ്റ്റനായിട്ടുള്ള രോഹനും ഒപ്പം തന്നെ കൃഷ്ണദേവനുമുണ്ട്. നമുക്ക് ആദ്യം ക്യാപ്റ്റനോട് തന്നെ ചോദിക്കാം. ഇന്ന് പുതിയ പരീക്ഷണമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഓപ്പണറായിട്ട് തന്നെ പുതിയൊരാളെ തന്നെ ഇറക്കി. അത് പുതിയ സ്ട്രാറ്റജി ട്രൈ ചെയ്തതാണ്. ലൈക്ക് നമ്മുടെ ഓപ്പണിങ്ങിൽ ഇനീഷ്യലി കുറച്ച് വിക്കറ്റ്സ് പോകുന്നുണ്ടായിരുന്നു. സോ നമ്മളൊരു ബോളറെ കയറ്റി ഒരു ക്യാമിയോ കളിക്കാമെന്നുള്ളൊരു ട്രൈ ചെയ്തു. ബട്ട് ഡസൻ വർക്ക്. ബട്ട് ഞാൻ കുറച്ച് റെസ്പോൺസിബിലിറ്റി ബാറ്റ് ചെയ്തതുകൊണ്ട് ഗുഡ് സ്റ്റാർട്ട് കിട്ടി നമുക്ക്. ആൻഡ് KD-നെ നമ്മൾ ഇത്ര ദിവസം ഒളിപ്പിച്ച് വെച്ചായിരുന്നു. ലൈക്ക് അങ്ങനെ പെട്ടെന്ന് പുറത്ത് കാണിക്കേണ്ടതെന്ന് വെച്ചിട്ട് അവസരം വരുമ്പോൾ മാത്രം വെച്ചതാണ്. ബട്ട് അവൻ്റെ ഇന്നിങ്സ് വാസ് സംതിങ് സ്പെഷ്യൽ. ലൈക്ക് എല്ലാവരും കണ്ടു. ബ്രൂട്ടൽ പവർ ഹിറ്റിംഗ് ആയിരുന്നു. ഐ ആം സോ ഹാപ്പി ഫോർ ഹിം. ശരിക്കും കാണികളൊക്കെ പറയുന്നുണ്ട് ധോണിന്റെ ഹെലികോപ്റ്റർ ഷോട്ടൊക്കെ അനുസ്മരിക്കുന്ന വിധത്തിലായിരുന്നു സിക്സ് ഒക്കെ എന്നൊക്കെ. അതെ, ഹെലികോപ്റ്റർ അടിക്കും ആ സമയത്ത് കറക്റ്റ് കൊണ്ടുപോയി ആറുപോയി. എന്ത് തോന്നി ഇന്നത്തെ പ്രകടനം? എങ്ങനെയാണ് പ്രാക്ടീസാണ് നിരന്തരമായിട്ട്? ഞാൻ കൂടുതലും ഇങ്ങനെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യാറ്. കൂടുതലും ഹിറ്റിംഗ് മാത്രമേ ചെയ്യാറുള്ളൂ. ഈ ഒരു റോള് തന്നെയാണ് കളിക്കാൻ ഇഷ്ടവും. പിന്നെ ഈ ഒരു സമയത്ത് ഇറങ്ങുന്നത് ആ ഫിനിഷിംഗ് റോളാണ് കൂടുതലും പ്രാക്ടീസ് ചെയ്യാറ് എപ്പോഴും. ഇന്ന് അതുപോലെ കിട്ടി കളിച്ച്. ഈ കാലിക്കറ്റിന്റെ ശക്തമായ ഒരു കാറ്റ് ഇന്ന് സ്റ്റേഡിയത്തിൽ ആഞ്ഞു വീശി എന്ന് വേണമെങ്കിൽ പറയാല്ലേ? അതെ, കാലിക്കറ്റിന്റെ അല്ല KD-ന്റെ കാറ്റ് വീശിയതായിരിക്കുന്നതല്ല. ഒറ്റയ്ക്കാള് അടിച്ചവിടെ. ലാസ്റ്റ് 2 ഓവറിൽ കഴിഞ്ഞ മാച്ച് സൽമാൻ ചെയ്തു. ഈ മാച്ച് ഇവൻ വന്നിട്ട് ലാസ്റ്റ് 2 ഓവർ അറൌണ്ട് 60-70 റൺസാണ് നമ്മൾ. ഭയങ്കര ഇമ്പാക്ട് അതിൽ. അതായത് മറ്റേ ടീമിന് മോറലി ഡൗൺ ആയിപ്പോകും. സോ ഭയങ്കര ഇമ്പാക്ട് ആണ് ഇന്ന് അവനും ലാസ്റ്റ് മാച്ച് സൽമാൻ ഉണ്ടാക്കിയത്. ഇങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സ് എന്റെ ടീമിലായത് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി. ആൻഡ് ഇനിയും ഇതൊന്നും ആയിട്ടില്ല, ഇനിയും ഒരുപാട് മാച്ചസ് വരാനുണ്ട്. സോ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ്. ഒളിപ്പിച്ച് വെച്ചതാണെന്നാണ് പറയുന്നത്. ഇനിയിപ്പോ അടുത്ത മാത്രമല്ല, കൊല്ലത്തിനെതിരെ കഴിഞ്ഞ സീസണിൽ ഒന്നും വിജയിക്കാൻ പറ്റാതെ, പക്ഷെ ഇത് ആദ്യത്തെ വിജയം കൂടി. അതെ, അത് വളരെ ഒരു നമ്മളെപ്പോഴും പറയുമായിരുന്നു. കൊല്ലമായിട്ട് കഴിഞ്ഞ 3 മാച്ചും ടോട്ടലി 4 മാച്ച് നമ്മൾ തോറ്റിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ മാച്ച് തോറ്റപ്പോൾ തന്നെ അത് ഇപ്പൊ ക്യാപ്റ്റൻ ആയാലും പറഞ്ഞായിരുന്നു അവരുടെ കൂടെ തന്നെയാണല്ലോ വീണ്ടും തോറ്റത്. പക്ഷെ അത് ഒന്ന് മാറ്റണമെന്ന് അന്നോട്ടേ ഉണ്ടായിരുന്നു. അതിപ്പോ പറ്റി. അതിൽ ഭയങ്കര സന്തോഷം. കാലിക്കറ്റ് അവരുടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് ഇത്തവണ KCL സീസൺ 2-ലെ പ്രകടനം കാഴ്ചവെച്ചാണ് മടങ്ങുന്നത്. എന്തായാലും ഈ സ്റ്റേഡിയത്തിൽ നിന്ന് ക്യാമറമാൻ അരുൺ ഹൂണിഗിനൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.